ഇന്ന് ദേശീയ ബഹിരാകാശ ദിനമാണെന്ന കാര്യം. ഇന്നേക്ക് ഒരു കൊല്ലം മുമ്പ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് ബഹിരാകാശ മേഖലയിൽ ആഗോള അംഗീകാരം നേടിക്കൊടുത്ത ആ വിജയത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളൊന്ന് കടന്നിരുന്നു. വി ആർ പ്രൗഡ് ഓഫ് ISRO. Liftoff normal. Here we have a majestic liftoff of LVM-3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. ജൂലൈ 14, 2023 ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലേക്കുള്ള 40 ദിവസം നീണ്ട ചന്ദ്രയാത്രയ്ക്ക് തുടക്കമായത് അന്നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3യുമായി LVM-3 കുതിച്ചുയർന്നപ്പോൾ 140 കോടിയിലധികം വരുന്ന ജനതയുടെ സ്വപ്നങ്ങളാണ് അതിന് ഇന്ധനം പകർന്നത്. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ഓഗസ്റ്റ് 5-നാണ് ചന്ദ്രയാൻ 3 പ്രവേശിച്ചത്. പിന്നീട് അങ്ങോട്ട് ആവേശകരമായ നിമിഷങ്ങളായിരുന്നു. ചന്ദ്രന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ചന്ദ്രയാനിലെ ക്യാമറ പകർത്തി. ഘട്ടം ഘട്ടമായി പേടകത്തിന്റെ ഭ്രമണപഥം താഴ്ത്തി. ഓഗസ്റ്റ് 23-ന് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഇന്ത്യ ചരിത്രമെഴുതി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം പേടകമിറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ശേഷം ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. Sir, we have achieved soft landing on the moon. India is on the moon. जब हम अपनी आंखों के सामने ऐसा इतिहास बनते हुए देखते हैं, जीवन धन्य हो जाता है. പിന്നീടുള്ള ഒരു ചാന്ദ്രദിനം അഥവാ ഭൂമിയിലെ 14 ദിവസങ്ങൾ വിക്രം ലാൻഡറിൽ നിന്നുള്ള പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ചുറ്റിത്തിരിഞ്ഞു. ചന്ദ്രോപരിതലത്തിന്റെ ഘടന, മണ്ണിലെ ഹിമസാന്നിധ്യം, ചന്ദ്രോപരിതലത്തിന്റെ പരിണാമം എന്നിവയെപ്പറ്റിയുള്ള പഠനങ്ങളായിരുന്നു ലക്ഷ്യം. റോവർ ശേഖരിച്ച വിവരങ്ങൾ ലാൻഡർ വഴി ഭൂമിയിലേക്കു കൈമാറി. ദ്രവരൂപത്തിലുള്ള ഉരുകിയ പാറയുടെ സാന്നിധ്യം ചന്ദ്രനിൽ ആദ്യമായി സ്ഥിരീകരിച്ചതും സൾഫർ, അലുമിനിയം, ഇരുമ്പ്, കാൽസ്യം, ടൈറ്റാനിയം, മാംഗനീസ്, സിലിക്കൺ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയതും ചന്ദ്രയാന്റെ നേട്ടങ്ങളാണ്. ദക്ഷിണധ്രുവത്തിൽ ഐസ് ജലത്തിന്റെ സൂചനയും ചന്ദ്രയാൻ നൽകി. ISRO ചെയർമാനും മലയാളിയുമായ ഡോക്ടർ S. സോമനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചന്ദ്രയാൻ ദൗത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി സ്വപ്നതുല്യമായ ആ വിജയം. സൂര്യനെ പറ്റി പഠിക്കുന്ന ആദിത്യ L1-ഉം ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഗഗൻയാനും ശുക്രയാനും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ചന്ദ്രനിലേക്കുള്ള മനുഷ്യ സഞ്ചാര പദ്ധതിയായ ചന്ദ്രയാൻ 4-ഉമൊക്കെയായി ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പ് തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് 24. സാറോയ്ക്ക് ഒരിക്കൽ കൂടി സല്യൂട്ട്. ഒരുപക്ഷെ ഈ ലോകത്ത് ഇത്തരം നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ബഹിരാകാശ സംഘടനകളിൽ ഒന്നായി ISRO മാറി, അതിനെ മാറ്റി. തീർച്ചയായിട്ടും ISROവിന് സല്യൂട്ട്.